ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. പുനർജന്മം. കോവൻ. വാൾട്ടർ കോവനും ഭാര്യ എൽസി കോവനും അമേരിക്കക്കാർ. ഭഗവാൻ ബാബയെ പറ്റി കേട്ടറിഞ്ഞു വന്നവർ. ധാരാളം ദിവ്യാനുഭവങ്ങൾ ഭഗവാൻ അവർക്ക് സമ്മാനിച്ചു. 1971 ഡിസംബർ 23 ഭഗവാൻ ബാബ അന്ന് മദുരാശിയിലുണ്ട്. ഭഗവത് ദർശനത്തിനായി നഗരത്തിലെ ഒരു ഹോട്ടലിൽ, കൊണ്ണിമറ ഹോട്ടൽ, കോവനും ഭാര്യയും താമസമാക്കി. ഡിസംബർ 25 ദുഃഖകരമായ ഒരു വാർത്ത കേട്ടു. കോവൻ ഹൃദയാഘാതം മൂലം മരിച്ചു. രാവിലെയായിരുന്നു സംഭവം. കോവൻ ഭാര്യ എൽസിയുടെ കൈകളിലേക്ക് കുഴഞ്ഞു വീഴുകയായിരുന്നു. അവർ ഉറക്കെ നിലവിളിച്ചു. അടുത്ത മുറിയിലുണ്ടായിരുന്ന ശ്രീമതി രത്തൻലാൽ ഓടിയെത്തി. ഇരുവരും കൂടി കോവനെ കട്ടിലിൽ എടുത്തു കിടത്തി. പക്ഷെ അപ്പോഴേക്കും അദ്ദേഹം മരിച്ചിരുന്നു. ഇതൊന്നും അറിയാതെ അവർ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കോവനുമായി കുതിച്ചു. പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു. ശരീരം തുണി കൊണ്ട് മൂടി ഒഴിഞ്ഞ ഒരു മുറിയിൽ വെച്ചു. ഈ വിവരം ഉടൻ തന്നെ സ്വാമിയെ അറിയിക്കാനും കഴിഞ്ഞു. സ്വാമി പ്രതികരിച്ചതിങ്ങനെ: അയ്യോ പാവം, ആ പാവം വൃദ്ധയുടെ കാര്യം കഷ്ടമായി. ഇനി അമേരിക്കയിലേക്ക് എങ്ങനെ അവർ ഒറ്റയ്ക്ക് പോകും? ശ്രീമതി എൽസി കോവന്റെ വാക്കുകളിൽ കൂടി നമുക്ക് ആ അദ്ഭുത സംഭവം കേൾക്കാം. ഞങ്ങൾ രണ്ടുപേരും ഈശ്വരാന്വേഷണത്തിലായിരുന്നു. ഏറെ അലഞ്ഞു, ഈശ്വരൻ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന സത്യം അറിയാതെ. അങ്ങനെ കാലം പോയി. ഞങ്ങൾക്ക് 70 കഴിഞ്ഞു. അപ്പോഴാണ് ഭഗവാൻ ബാബയെ കാണാൻ ഭാഗ്യമുണ്ടായത്. ആദ്യ ദർശനത്തിൽ തന്നെ മനസാക്ഷി പറഞ്ഞു, ഇക്കാലം മുഴുവൻ ഞങ്ങൾ തേടിയത് ലഭിച്ചിരിക്കുന്നു. പിന്നീട് പലവട്ടം ഞങ്ങൾ പുട്ടപർത്തി സന്ദർശിച്ചു. ഭഗവാന്റെ കൽപ്പന പ്രകാരം ഞങ്ങൾ അമേരിക്കയിൽ സായി സാഹിത്യം പ്രചരിപ്പിക്കാനായി ബുക്ക് ഷോപ്പ് ആരംഭിച്ചു. 100 കണക്കിന് പുസ്തകങ്ങൾ അവിടെ നിന്നും വിറ്റഴിക്കപ്പെട്ടു. ലോകമെമ്പാടു നിന്നും പുസ്തകത്തിന് ആവശ്യക്കാരുണ്ടായി. ഒരു സുന്ദരമായ ദിനം. ആ ദിവസം മറന്നുപോയി. പക്ഷെ ആ അനുഭവം എങ്ങനെ മറക്കും? അമേരിക്കയിൽ ഞങ്ങൾക്കൊരു ടെലിഗ്രാം കിട്ടി, ഭഗവാൻ ബാബയിൽ നിന്ന്. അതിൽ ചെറിയൊരു വലിയ സന്ദേശം: വേഗം മദുരാശിക്ക് വരിക. ആഹ്ലാദ തിമിർപ്പോടെ ഞങ്ങൾ മദുരാശിയിലെത്തി. ഞങ്ങളെ കാത്ത് എയർപോർട്ടിൽ കാർ, മാന്യനായ സാരഥി. ഞങ്ങളെ അദ്ദേഹം മുന്തിയൊരു ഹോട്ടലിൽ എത്തിച്ചു. നല്ല മുറി. ഒരു മകനെ പോലെ ആ ഡ്രൈവർ ഞങ്ങളെ സഹായിച്ചു. അടുത്ത മുറിയിൽ ഭഗവാൻ ബാബയുടെ പ്രിയപ്പെട്ട ഭക്തർ ശ്രീ രത്തൻലാലും കുടുംബവും. അമേരിക്കയിൽ വെച്ച് വാൾട്ടർ കോവന് ദേഹാസ്വാസ്ഥ്യമുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളത് ഗൗരവമാക്കിയില്ല. വൈകുന്നേരം ഭഗവാൻ നടത്തുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഞാനും വാൾട്ടറും പോയി. 4000-ഓളം പേർ കൂടിയിട്ടുണ്ട്. ഭഗവാനെ കണ്ടു. സ്വാമി സമീപത്ത് വന്നു. കോരിത്തരിച്ചുപോയി. ഞാൻ ആ പൂ പോലുള്ള തൃപ്പാദങ്ങളിൽ ചുംബിച്ചു. സ്വാമി വാൾട്ടറിന്റെ നെഞ്ചിൽ തൃക്കരം കൊണ്ട് തടവി. പിന്നീട് കാണാം എന്നും പറഞ്ഞ് സ്വാമി സിംഹാസനത്തിനരികിലേക്ക് നടന്നു. അടുത്ത ദിവസം ക്രിസ്മസ് രാവ് ഭഗവാൻ ഞങ്ങൾക്ക് ഡിന്നർ നൽകാൻ നിശ്ചയിച്ചു. പക്ഷേ വാൾട്ടറിന് സുഖമില്ലാത്തത് മൂലം ഞാനും പോയില്ല. ആ ദിവസം മുഴുവൻ ഞങ്ങൾ അവിടെ വിശ്രമിച്ചു. രാത്രിയിൽ വാൾട്ടറിന് ശരീരക്ലേശം വർദ്ധിച്ചു. ബാത്റൂമിലേക്ക് നടക്കാൻ തുടങ്ങവേ അദ്ദേഹം കുഴഞ്ഞു വീണു. തട്ടി വീണതായിരിക്കുമെന്ന് ഞാൻ കരുതി. എനിക്ക് ഒറ്റയ്ക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ വിഷമമായിരുന്നു. ഒരാളുടെ സഹായത്തോടെ വാൾട്ടറിനെ കിടക്കയിൽ കിടത്തി. കിടക്കയിൽ കിടത്തിയ ഉടൻ അദ്ദേഹം ഉറക്കം പിടിച്ചു. 11 മണിയായി കാണും. വാൾട്ടർ പിന്നെയും എഴുന്നേറ്റു. ജനലിനരികിലേക്ക് നടക്കാൻ തുടങ്ങി. അദ്ദേഹം കുഴഞ്ഞു വീണു. ഞാൻ സഹായത്തിനായി വിളിച്ചുകൂവി. രത്തൻലാലും മറ്റൊരാളും ഓടി വന്ന് സഹായിച്ചു. രത്തൻലാൽ വിളിച്ചതനുസരിച്ച് ഒരു വിദഗ്ധ ഡോക്ടർ താമസിയാതെ എത്തി. അദ്ദേഹം വിശദമായി പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇദ്ദേഹം മരിച്ചു. പിന്നീട് ആംബുലൻസ് കൊണ്ടുവന്ന് വാൾട്ടറിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിലെ ഡോക്ടറും മരണകാര്യം സ്ഥിരീകരിച്ചു. അതിനുശേഷം നഴ്സ് ചെവിയിലും മൂക്കിലും പഞ്ഞി വെച്ചു. പിന്നീട് പുതപ്പിട്ട് മൂടി ഒരു ഒഴിഞ്ഞ മുറിയിലേക്ക് ശരീരം മാറ്റി. സത്യം പറയട്ടെ, ഞാൻ ആശുപത്രിയിലേക്ക് പോയില്ല. ഞാൻ ഹോട്ടൽ മുറിയിലേക്ക് പോയി. അവിടെ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചു, ജീവിതം ഇത്രയുള്ളൂ. അദ്ദേഹം മരിച്ചു. പക്ഷെ ഭാഗ്യവാൻ. അദ്ദേഹം ബാബയെ കണ്ടു. ഭഗവാൻ അനുഗ്രഹിച്ചു. അതിനുശേഷം ശരീരം ഉപേക്ഷിച്ചു. ഈ ഭാഗ്യം സമ്മാനിക്കാനാണോ ഭഗവാൻ ഞങ്ങളെ ഇങ്ങോട്ട് വരുത്തിയത്? എന്റെ വിധി എന്തായിരിക്കും? എവിടെ വെച്ചായിരിക്കും എന്റെ മരണം? എന്തായാലും വാൾട്ടറിന് ഭഗവത് പാദം ലഭിച്ചു.
അതിൽ ഞാൻ സന്തുഷ്ട തന്നെ. രാവിലെ ഞാനും ശ്രീമതി രത്തൻലാലും കൂടി സ്വാമിയെ കാണാനെത്തി. ഞാൻ ദുഃഖിതയായിരുന്നില്ല, സന്തുഷ്ടയായിരുന്നു. എനിക്ക് ഭഗവാനെ കാണാനുള്ള തിടുക്കമായിരുന്നു. ഞങ്ങൾ ഭഗവാനെ കണ്ടു. ഞാൻ എന്റെ നന്ദി അറിയിക്കാൻ ശ്രമിക്കവേ തടഞ്ഞുകൊണ്ട് സ്വാമി അരുളി, വാൾട്ടൻ ജീവിച്ചിരിക്കുന്നു. ഞാൻ അത്ഭുത സ്തബ്ധയായി. എന്തു പറയണമെന്ന് എനിക്കറിയില്ല. ഭഗവാൻ അരുളി, ആശുപത്രിയിലേക്ക് പോകൂ, ഞാൻ 10-ന് അവിടെ വരും. ഞാനും ശ്രീമതി രത്തൻലാലും ആശുപത്രിയിൽ ചെല്ലുമ്പോൾ വാൾട്ടർ ജീവനോടിരിക്കുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല, പക്ഷെ ഞാൻ വിസ്മയിച്ചുമില്ല. കാരണം ബാബ വാൾട്ടർ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് സമ്പൂർണ്ണം വിശ്വസിച്ചിരുന്നു. സ്വാമിയുടെ വാക്കുകൾ അത്ര ശക്തിയേറിയ വിശ്വാസമാണ് എന്നിൽ ഉയർത്തിയത്. ബാബ പിന്നീട് എന്നോട് പറഞ്ഞു, നിനക്ക് എന്നിലും എൻ്റെ വാക്കുകളിലുമുള്ള വിശ്വാസം, അതാണ് കോവനെ സുഖപ്പെടുത്തിയത്. നിന്റെ വിശ്വാസത്തിലൂടെയാണ് ഞാൻ അവനിൽ ചെന്നു ചേർന്നത്. അങ്ങനെ ബാബ വാൾട്ടറിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു, ജീസസ് ലാസറിനെ കൊണ്ടുവന്നതുപോലെ. പറഞ്ഞതുപോലെ തന്നെ കൃത്യം 10-ന് ബാബ എത്തി. വാൾട്ടറിന്റെ നെഞ്ചിലും പുറത്തും തലോടി. അതോടെ വാൾട്ടറിന് ജീവന്റെ ലക്ഷണങ്ങൾ കണ്ടു. അദ്ദേഹത്തെ ഒരു മുറിയിലേക്ക് മാറ്റി. പരിചരിക്കാൻ നഴ്സുമാരെ ഏർപ്പാട് ചെയ്തു. ഇതെല്ലാം നടന്നത് സ്വാമിയുടെ മേൽനോട്ടത്തിലായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ബാബ മടങ്ങി. സംഭവിച്ച കാര്യങ്ങളൊന്നും അറിയാതെ ഡോക്ടർ മുറിയിലെത്തി. എന്നോട് പറഞ്ഞു, കോവൻ മരിച്ചു, ശരീരം കൊണ്ടുപോകാൻ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ തരാം. കുറച്ച് ദേഷ്യത്തോടെ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹം മരിച്ചിട്ടില്ല, ഇനി ഈ മുറിയിലേക്ക് വരരുത്. ഒരു വിധത്തിൽ ഞാൻ ആ ഡോക്ടറെ പറഞ്ഞു വിട്ടു. ബാബ എല്ലാ ദിവസങ്ങളിലും തന്നെ വന്നിരുന്നു. വരാത്ത ദിനങ്ങളിൽ എനിക്ക് കരുത്തു പകരാനായി ആരെയെങ്കിലും അയക്കും. 3 പ്രാവശ്യം വാൾട്ടർ മരിച്ചു. അപ്പോഴൊക്കെ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ബാബ വന്ന് നെഞ്ചിൽ തടവി അദ്ദേഹത്തെ രക്ഷിച്ചു. 22 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ആശുപത്രി വിട്ടു. വാൾട്ടർ സുഖമായി നടന്നു. ആശുപത്രിയുടെ കോവണിപ്പടികൾ തനിയെ ഇറങ്ങി. വിമാനത്തിൽ സ്വയം കയറി. ബാബയുടെ കൃപയാൽ രാജകീയമായ വിധം ഭക്തന്മാർ ഞങ്ങളെ പരിചരിച്ചു. സ്വാമി ഞങ്ങൾക്ക് ജീവിതവും ആനന്ദവും ഒരുമിച്ചേകി. പിന്നീട് കോവൻ തനിക്കുണ്ടായ അനുഭവം വിശദീകരിച്ചു. ഞാൻ മരിച്ചെന്ന് മനസ്സിലായി. എന്റെ ശരീരത്തെ അവർ എടുത്തു കിടത്തുന്നതും ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്നതും ഞാൻ കൗതുകത്തോടെ കണ്ടു. ഈ സമയം ബാബ എത്തി. എന്നെയും കൊണ്ട് ഒരിടത്ത് ചെന്നു. ഉയരമുള്ള ഒരു സ്ഥലം. അവിടെ വലിയൊരു മുറി. അവിടെ വളരെ ഉന്നതരായ ചിലർ ഇരിക്കുന്നു. അപ്പോൾ ഒരാൾ വാൾട്ടർ കോവനെ പറ്റിയുള്ള വിവരങ്ങൾ പറയാൻ തുടങ്ങി. ബാബ അതെല്ലാം എനിക്ക് പറഞ്ഞു തന്നു. എന്റെ ചരിത്രമായിരുന്നു അവർ പറഞ്ഞത്. വാൾട്ടറെ ഞാൻ കൊണ്ടുപോകുന്നു. ചില ജോലികൾ കൂടി ഇദ്ദേഹത്തിന് ചെയ്യാനുണ്ട്. ബാബ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ മുറിയിൽ നിന്ന് എന്നെയും കൂട്ടി പുറത്തിറങ്ങി. ഞാൻ ശരീരമല്ലെന്നും സുഖദുഃഖങ്ങളിൽ ഒരു കഴമ്പുമില്ലെന്നും എനിക്ക് അപ്പോൾ മനസ്സിലായി. എന്റെ ശരീരം കിടക്കുന്ന ദിക്കിൽ ബാബ എത്തി. പിന്നീട് ഞാൻ ശരീരത്തോടെ ഉണർന്നു. കോവൻ പറഞ്ഞ ഈ വിവരം ഒരിക്കൽ സ്വാമിയോട് പറഞ്ഞപ്പോൾ കോവൻ പറഞ്ഞതെല്ലാം ശരിയാണെന്നാണ് സ്വാമി അരുളിയത്. സ്വാമി എവിടെയാണ് എന്നുള്ളത് പ്രശ്നമല്ല. നാം എവിടെയാണെങ്കിലും സ്വാമി നമ്മോടൊപ്പം ഉണ്ട്. അത് മറക്കാതിരിക്കുക. നമുക്ക് ഈശ്വരൻ സമ്മാനിക്കുന്ന ഓരോ ദിവസവും ഒരു അവസരമാണ്. ഈശ്വരനെ അറിയാനും സ്നേഹിക്കാനും ഉപയോഗിക്കേണ്ട അവസരം. അത് പാഴാക്കാതിരിക്കുക. ഓം തത്സത്ത്.